അല്ല, ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായി ഇപ്പൊ പകൽ വെളിച്ചം പോലെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന സാധനമുണ്ട്. പാർട്ടി പൂർണ്ണമായും അയാൾ വിഴുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയെ പൂർണ്ണമായും അയാൾ വിഴുങ്ങിയിരിക്കുന്നു. ആ പാർട്ടിക്ക് ഇനി അനങ്ങുക സാധ്യമല്ല. കാരണം നമ്മുടെ ഒരു ശരീരത്തിനകത്ത് ക്യാൻസറിന്റെ സിംറ്റംസ് നേരത്തെ വന്നു തുടങ്ങിയ വന്നു തുടങ്ങി. നമ്മളെന്താ പറഞ്ഞാൽ അതിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കണമെന്ന് നമുക്ക് തോന്നുമ്പോഴത്തേക്ക് എന്തായെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാവുന്ന ക്യാൻസർ രോഗികൾക്ക് ഡോക്ടർമാർ പറയാവുന്ന രോഗിയോടല്ല പറയാ, രോഗിയുടെ പിന്നെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ആയി വന്നിരിക്കുന്ന ബൈസ്റ്റാൻഡറോടോ മറ്റോരും ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു, ഇനി നമുക്ക് ഇതിനോട് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന അവസ്ഥ വന്നു. പാർട്ടി സമ്പൂർണ്ണമായ നാശത്തിലേക്ക് ഇയാൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് വാസ്തവത്തിൽ ഇയാൾ ചെയ്തത്. അത് പിന്നെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതോടെ, മാർച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്നതോടെ അത് പിന്നെ കോൺക്രീറ്റ് ചെയ്ത് അയാൾ സിമന്റ് ചെയ്യുകയാണ്. ഇതാണ് ഇതിന്റെ യഥാർത്ഥമായ ചിത്രം, ഞാനാണ് ഇതിന്റെ നേരെ അവകാശി എന്ന് അയാൾ ഈ പാർട്ടിയെ കൊണ്ട് പറയിപ്പിക്കും. ഞാൻ പിന്നെ കാണുന്നത് ഇതല്ല വിഷയം. ഇത് അയാൾ അതിനകത്ത് അയാൾ വിജയിച്ചു എന്നുള്ള കാര്യം 100% ശരിയാണ്, തർക്കമില്ല. പക്ഷേ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് ആരംഭിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മാത്രമായി പിന്നെ ഉണ്ടാവുകയും പിന്നീട് ഉപരി സമ്മേളനങ്ങളിലേക്ക് വരുന്നത് ബ്രാഞ്ച് കഴിഞ്ഞ് പിന്നെ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ തീവ്രതയും തീഷ്ണതയും കുറയുകയും പിന്നീട് ജില്ലാ സമ്മേളനങ്ങൾ കഴിയുന്നതോടെ വിമർശനം എന്ന് പറയുന്ന സംഭവത്തിന്റെ സാധ്യതകളെ ഇല്ലാതായി തീരുകയും എന്നിട്ട് പിന്നീട് ഇവർ തന്നെ പത്രങ്ങൾക്ക് ചില ആളുകൾക്ക് ചോർത്തി കൊടുത്തു പിന്നെ ആ വിമർശനം ഉണ്ടായി ഈ വിമർശനം ഉണ്ടായി. അതെന്തിനാണെന്ന് പറഞ്ഞാൽ വിമർശനം ഉണ്ടായി എന്ന് പിന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ജീവിക്കുന്ന പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റിയ നമ്പറുകൾ മാത്രമാണ്. അത് കഴിഞ്ഞ് വേറൊന്നുമല്ല. അതല്ല ഇവന്റെ കൂലിക്കാരോട് ഇയാൾ കൂലിക്കാരായി അതിനായിട്ട് പണിയെടുക്കുന്ന പിന്നെ അലമ്പുകളോ കൊടുത്തിരിക്കുന്ന വാർത്തകൾ, അതിലൊന്നും യുക്തിയില്ല, കഴമ്പില്ല, ഒന്നുമില്ല. പക്ഷേ മാർച്ച് മാസം നടക്കാനിരിക്കുന്ന സമ്മേളനത്തോട് കൂടി എന്താകുമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയെ അയാൾ പൂർണ്ണമായി വരുതിയിൽ നിർത്തി. ഇപ്പൊ തന്നെ അയാൾ വരുതിയിൽ നിർത്തി അത് പൂർണ്ണമായി പിന്നെ നിയന്ത്രിച്ചെടുത്ത് സെൻട്രൽ കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഇയാൾ വരച്ചാൽ കുറെ കാലമായി ഇയാൾ തന്നെ വരച്ച വരയിലാണ്. ആ വരയിൽ ഇയാൾ നിർത്തി അയാൾ വീണ്ടും അടുത്ത തവണ മുഖ്യമന്ത്രിയാവാനുള്ള പുറപ്പാടിനേക്കുള്ള കരുക്കൾ അയാൾ ഇപ്പോഴും നീക്കിയിരിക്കുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ദുരന്തമാണ്. ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം പിന്നെ അയ്യപ്പദാസ് ചോദിച്ചിരിക്കുന്ന വിഷയത്തെ സമീപിക്കേണ്ടതെന്നാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന ഒരു അഭിപ്രായം. അതിനകത്ത് ഞാൻ കാണുന്ന ഒരു സംഭവം എന്താണെന്ന് നമ്മൾ നേരത്തെ തൊട്ടു മുൻപായി നേരത്തെ ഉണ്ടായിരിക്കുന്ന വി എസിനെ പാർട്ടിയുടെ ഈ അമരക്കാരെന്നുള്ള നിലയ്ക്ക് വളരെ തന്ത്രപരമായാണ് ഇയാൾ നീക്കുന്നത്, ഹാക്ക് ചെയ്തു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുക കൂടി ചെയ്തിട്ട് പോലും അദ്ദേഹത്തെ നിസ്സഹായനാക്കിക്കൊണ്ടാണ് ഇപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നത്, ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഇയാൾ പിന്നീട് അവരോധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇയാൾ കയ്യേറുന്നു. അതിൽ പിന്നീട് എന്തായെന്ന് പറഞ്ഞാൽ വി എസിന് അസുഖമാണെന്ന് പ്രഖ്യാപിക്കുന്നു. വി എസ് എന്ത് ചെയ്യുന്നു, ആ അസുഖമാണ് എന്ന ഒരു പൊതുധാരണ ആളുകൾ ഉണ്ടാക്കത്തക്ക വിധത്തിൽ സമ്പൂർണ്ണമായി ഖത്തറിന്റെ പുറകിലേക്ക് പോയി അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ശ്വാസം കഴിക്കുന്നുണ്ട്, ബുദ്ധിയുണ്ട്, കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഗ്രഹിക്കാനും കഴിയുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി ഒരു പാർട്ടി ഇരുമ്പോറക്കകത്ത് അതൊക്കെ തന്നെ വളരെ ഭദ്രമായി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഇത്. ഇതിങ്ങനെ മാറ്റുന്നത് പോലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഈ പറയുന്ന പരമ യൂസ്ലെസ് ആയിരിക്കുന്ന ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് സാക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് സാധ്യമാവുന്നില്ല? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ട് മുകളിലോട്ടേക്ക് വരുന്ന സമയത്തൊന്നുമില്ല പ്രശ്നങ്ങൾ ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഇല്ലാതായിത്തീരുന്നു. അകത്ത് മേൽ കമ്മിറ്റിയിൽ വരുന്ന ഓരോ ആളുകളും സത്യത്തിൽ എന്താണ്, എനിക്ക് ഉദരം ഭരികളാണ്, അതല്ലെങ്കിൽ എന്താ പറയാ ഭിക്ഷാന്തേഹികളാണ്. അങ്ങനെ ഭിക്ഷാന്തേഹികളും ഉദരം ഭരികളുമായി അസ്തിത്വവും വ്യക്തിത്വവും മുട്ടും നട്ടലുമില്ലാതെ അടിമയേക്കാൾ ചീപ്പായ കക്ഷികളായി ഇയാളുടെ കിങ്കരന്മാരെയും ഓച്ഛാനിച്ചു നിൽക്കുന്ന എനിക്ക് എന്താ പറയാ ഒരു വകക്ക് കൊള്ളാത്ത കക്ഷികളാണ് ഈ പാർട്ടിക്കകത്തല്ല ഇതിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ആ ദുരന്തമാണ് വാസ്തവത്തിൽ കേരളം ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഈ പ്രജ്വലനായ സംഘാടകനെ അല്ലെങ്കിൽ പ്രജ്വലനായിരിക്കുന്ന നേതാവിനെ മാറ്റുന്നില്ല. ഇവിടെ ഞാൻ തിരിച്ചാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. വി എസ് ഈ പാർട്ടിക്കകത്തുണ്ടാക്കിയ വി എസ് വാസ്തവത്തിൽ ഈ പാർട്ടിക്ക് നൽകിയ സംഭാവന എത്രയാണ്? വി എസ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിയെ ഇടിച്ചു നശിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജനവിരുദ്ധമായ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കോംറേഡിനെ അയാൾ കറക്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഇതെല്ലാം ചെയ്തിരിക്കുന്ന വി എസ്, ആ വി എസിനാണ് എന്ത് ചെയ്ത് ആര് ടാക്ക് ചെയ്തു? ഇയാളുടെ നീചവും കുടിലവുമായിരിക്കുന്ന ബുദ്ധിയിൽ ഇയാളുടെ നാറിയ ചിന്ത അല്ലെങ്കിൽ നാറിയ രാഷ്ട്രീയം ഈ പാർട്ടിക്കകത്ത് അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വി എസിനെ അയാൾ ടാക്ക് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ വി എസ് എന്ത് ചെയ്തു? ആ യുദ്ധത്തിൽ ഒരു അംഗത്തിന് വാല്യമില്ലാത്ത വിധത്തിൽ വി എസിനെ ഇയാൾ നിസ്സഹായനാക്കി. ഇയാളുടെ കുടില ബുദ്ധിയും ഇയാളുടെ നികൃഷ്ടതയും
അപ്പൊ ഒരുപക്ഷെ എന്താ പറയാ ഏറ്റവും നല്ല ഭാഷയിൽ പറയുന്നത് ഏറ്റവും വല്ല ചെറ്റത്തരം, ആ ചെറ്റത്തരഞ്ഞ് അതുമായി ബന്ധമുണ്ടാക്കുന്ന മുഴുവൻ ആളുകളെയും അയാൾ നിർവീര്യവും നിസ്സഹായരുമാക്കി മാറ്റി തോന്നും. അതിൽ ചിലവരെ എന്ത് ചെയ്തു, ഇയാൾ തന്നെ ഹൈജാക്ക് ചെയ്തിട്ട് ഈ VS-നെതിരായി ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റി, പിന്നെ ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഈ കമ്മിറ്റികളിൽ എന്തുകൊണ്ട് ഇയാൾക്കെതിരെ വിമർശനം ഉയരുന്നില്ല? ഇതാണ് ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം. ആ വിമർശനം ഇല്ലാതിരിക്കാനുള്ള ഒറ്റ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവരെ മുഴുവൻ തന്നെ എന്താക്കി മാറ്റുന്നത്, കറപ്റ്റാക്കി മാറ്റിയിരിക്കുന്നു. ഇതിൽ ഓരോ ആളുകളുടെയും ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയാം, ഹോമോസെക്സിന് താല്പര്യമുള്ളവർക്ക് അതിനുള്ള വീടുന്ന ആളുകൾ എത്തിച്ചു കൊടുക്കും. പെണ്ണ് പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കും. മദ്യപിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കും. മറ്റെന്തെല്ലാം വിധത്തിലുള്ള ഇല്ലീഗലായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെല്ലാം വീണ്ടും ആളുകളെ കൊണ്ടുപോയി കൃത്യമായി ഓരോ ആളുകൾക്കും ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത്. ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം സ്വീകരിക്കുന്നവൻ ആനന്ദമുടകരായിട്ടാണ് നിൽക്കുമ്പോൾ ഇയാൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഇയാളുടെ കിങ്കരന്മാരെ വെച്ച് ഇവരുടെ ഓരോ ആളുകളുടെയും രഹസ്യ ജീവിതം എന്താണ് എന്ന് വളരെ കൃത്യമായി ഇയാളത് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്യുന്നു പറഞ്ഞാൽ അയാളെ ആധികാരികമായി രേഖയാക്കി മാറ്റി വെക്കുന്നു. ഒരൊറ്റ ഒരുത്തന് അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇവൻ ഓരോരുത്തരെയും ഇയാൾ ബന്ദിയാക്കിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, എത്രമാത്രം നീചമായ ബുദ്ധിയാണിത്, എത്ര നീചമാണ്. പോലീസ് ചെയ്യുമോ ഈ സാധനം? പോലീസ് ചെയ്യുമോ? CIA ചെയ്യുമോ? പിന്നെ ഇന്റർനാഷണൽ പോലീസ് ആർക്കും ചെയ്യുമോ ഇത്? അപ്പൊ നിങ്ങളുടെ ദൗർബല്യം എന്താണെന്ന് തിരിച്ചറിയുക. ആ ദൗർബല്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അതിനാ വേണ്ടുന്ന സംഭവങ്ങളെതിരായി സാധനം കൂടുതൽ ഫീഡ് ചെയ്ത് കൊടുക്കുക. ആ ഫീഡിങ്സിന്റെ മേലെയാണ് ഇത് ഓരോരുത്തരും പുളച്ചു നടന്നത്. ഈ പുളച്ചു നടന്നപ്പോൾ എന്തായത്, അവരെല്ലാവരുടെയും ഉപയോഗം പൂർണ്ണമായും തീർന്നു തോന്നിയപ്പോ അവരെ മുഴുവൻ ആളുകൾ എന്ത് ചെയ്തു, DC ഇയാൾ നടന്നല്ലിയാൽ, ജില്ലാ കമ്മിറ്റി ഇയാൾ നടന്നല്ലി. ജില്ലാ കമ്മിറ്റി നടന്നല്ലി കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ പറയുന്ന ഓരോരുത്തരും എന്താ പറയാ, പബ്ലിക്കിന്റെ മുമ്പിൽ അങ്ങേയറ്റം അപമാനിതരായി ജീവിക്കുന്നവരാണ് ഇവർ ഓരോരുത്തരും. അല്ലെങ്കിൽ ജനത്തിന്റെ മുമ്പിൽ അസ്വീകാര്യരായിരിക്കുന്ന ആൾക്കാരാണ്. ഈവൻ ദോ അവർ പാർട്ടിയുടെ നേതാക്കന്മാരാണെങ്കിൽ പോലും ഈ നേതാക്കന്മാർക്കൊന്നും പുറത്തു വന്നിട്ട് ഒരു സംഭവവും ഇനി ഒന്ന് ചെയ്യുക സാധ്യവുമല്ല. നോക്കണം നിങ്ങൾ, അതായത് ഞാൻ പറഞ്ഞത്, ഒരു ക്യാൻസർ രോഗബാധിതനോട് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒരു രോഗി നിസ്സഹായനായ രോഗി മരിക്കുക, ആ മരിക്കുന്ന സങ്കടത്തിൽ മരിക്കുക, ആ മരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇയാൾ ഈ പാർട്ടിയെ നശിപ്പിച്ചു വെച്ചതില്ല. അവിടെ ഇതിന് ഏറ്റവും പ്രധാനമായി ചെയ്യാണ്ടിരിക്കുക. ഇതിന്റെ വേറൊരു വേർഷൻ നിങ്ങൾ ആലോചിച്ചു നോക്കും. ഇപ്പൊ ഇയാളുടെ മകളുടെ ഭർത്താവാണല്ലോ ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ്. ഇയാൾ മലബാർ മേഖലയിൽ മാത്രമായിട്ട് ഇപ്പൊ ചെയ്തത് എന്താണെന്ന് പറയുക, ഇവർ 127 കോടി ഉറുപ്പിയക്കാണ് പുഴയോരങ്ങളിൽ മറ്റേ ബോട്ട് ജെട്ടി എന്ന് പറയുന്ന സാധനം ഇയാൾ ഉണ്ടാക്കി. ബോട്ട് ജെട്ടി, ഏതെങ്കിലും ഒരു ബോട്ട് ജെട്ടി ഇതിലൂടെ ഒരു ബോട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് 127 കോടി രൂപയാണ്. ഈ 127 കോടി രൂപക്ക് അത് പല സ്ഥലത്തും എന്താണെന്ന് പറഞ്ഞാൽ പണി പൂർത്തിയായതിന്റെ പല സ്ഥലത്തും വന്ന റോഡുമായുള്ള ഒരു സംഭവം ആണ്, പിന്നെ പകുതിയാണ് വെച്ചിട്ടാണുള്ളത്. ഈ സാധനം വെച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റ് പൈസയും കൂടി കിട്ടണത്. ഇത് മുഴുവൻ എന്താണ്, പുതുതായി പണം കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഇല്ലീഗലായ രീതിയിൽ പണം കണ്ടെത്താനുള്ള, കമ്മീഷനിലൂടെ പണം പുത്തനായി നേടാനുള്ള ഒരു സംഭവമായിട്ടാണ് ഈ സംഭവത്തെ കണ്ടത്. കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ 127 കോടി ഉറുപ്പിയുടെ ബോട്ട് കിട്ടിയത്. ആർക്ക് വേണ്ടി? എന്ത് സംഭവത്തിന് വേണ്ടിയാണ്? നോക്കുക, 10-15 വർഷത്തിനകം ഈ മമ്പറ വഞ്ചരക്കണ്ടി വഴി പോകുന്ന പുഴ പോലും മരിക്കാൻ പോവുകയാണ്. 10-15 വർഷത്തിനകം മമ്പറ വഞ്ചരക്കണ്ടി പുഴ പോലും മരിക്കും. കാരണം അത്രമാത്രം മണ്ണ് ഇവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു, അത്രമാത്രം കുന്നുകൾ ഇടിച്ചു നിർത്തിയിരിക്കുന്നു, അത്രമാത്രം മരങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നു വികസനത്തിന്റെ ഭാഗമായി. അങ്ങനെ ഓരോ പുഴയും മരിക്കുമ്പോൾ ഇപ്പൊ എന്റെ നാട്ടിലേക്ക് പിണറായിലേക്ക് വരുന്ന ഒരു പുഴക്കുള്ള പാലത്തിലെ 3 പാലമാണ്. ലോകത്ത് കാണൂല 3 പാലമാണ് കെട്ടി. അതിൽ ഒരു പാലം എന്ന് പറയുന്നത് ശരിക്കും ഒരു കോഴിക്കോടിന്റെ വണ്ണം മാത്രം വീതി മാത്രം ഉണ്ടായിരുന്ന ഒരു പാലമാണ്. മറ്റൊരു പാലം ഇതേപോലെ വേറൊരു പാലം ഒരു പഴകിയ, അങ്ങനെ 3 പാലമാണ്. അപ്പൊ ഇത് മുഴുവൻ ചെയ്യുമ്പോൾ ഞാൻ വികസനം എന്ന പേര് നടത്തുന്ന ഈ തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്തി നാട്ടുകാരുടെ പണം മുഴുവൻ അടിക്കുകയും എന്നിട്ട് അവസാനം ഉണ്ടാക്കി തീർത്തു കിഫ്ബി എന്ന് പറയുന്ന ഈ മുടിഞ്ഞ സാധനം വെച്ച്. അത് ശരിക്കും ഭരണഘടനാ വിരുദ്ധമായ ഒരു സംവിധാനമാണത് കിഫ്ബി. ആ കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരനെ വീണ്ടും കൊള്ളയടിക്കാൻ ഒരു ലജ്ജയുമില്ലാതെയാണ് ഈ പറയുന്ന ഇയാൾ സിൽബന്ധികളായിരിക്കുന്ന ആൾക്കാർ പറയുന്നത്. പുരോഗമന എന്താ പറയാ, വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ കിഫ്ബിക്ക് ഫണ്ട് ആവശ്യമുണ്ട്. ആ ഫണ്ട് കണ്ടെത്തുക മാത്രമാണ് മാർഗത്തിൽ. ഞാൻ പഠിച്ച സ്കൂളാണ് ഇയാൾ ഈ 16-ാം തീയതി മറ്റേ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന AKG ഹയർ സെക്കൻഡറി സ്കൂൾ. ആ ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുന്നത്, മണിപ്പാൽ മെഡിക്കൽ കോളേജോ മറ്റോ ആണെന്നേ തോന്നുന്നത്. മണിപ്പാൽ മെഡിക്കൽ കോളേജോ, കാരണം ഞാനവിടെ കിടന്നാണ് ദീർഘകാലം, അതുകൊണ്ട് ഞാൻ പറയും മണിപ്പാൽ മെഡിക്കൽ കോളേജാണെന്നേ തോന്നുന്നത്. ഒരു സ്കൂളിന്റെ കാര്യക്കുന്ന യാതൊരു ഘടനയും അതില്ല. എത്രയാ പൈസ? 10-22 കോടി രൂപയാണ്.
നിങ്ങൾ ഈ കേരളത്തിനകത്ത് ഈ പറയുന്ന കിഡ്നി ഫണ്ടും മറ്റേ ലൊട്ട പോലത്തെ ഫണ്ടും ഉപയോഗിച്ച് ഓരോ സ്കൂളുകളും 22, 20, 30, 35 കോടി ഉറുപ്പിക ഉണ്ടാക്കി ഈ പറയുന്ന അമ്പലചുംബിക്ക് സമാനമായിരിക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചപ്പോ ഇതിനകത്ത് പുറത്തു കിടക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ക്രമവും രീതിയും എന്താണെന്ന് പഠിക്കാൻ ഇയാൾ 4 ആളെ ഇയാൾക്ക് പുറത്ത് പറഞ്ഞേച്ചൂടായിരുന്നോ? ഈ പിണറായി AKG ഹയർ സെക്കൻഡറി സ്കൂൾ ഈ 10-20 കോടി ഉറുപ്പിയാണ് ഇതും, അപ്പുറത്ത് വരുന്നത് 22 കോടി ഉറുപ്പിക. ഓരോ സ്ഥലത്തും ഇത്രയും പണത്തിന്റെ കാലംശം വേണ്ടിയില്ലായിരുന്നല്ലോ. എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കുറെ കൂടി സജീവവും അർത്ഥവത്വമാക്കി തീർക്കേണ്ടത് എന്ന ഗവേഷണം നടത്താൻ വിദ്യാഭ്യാസ വിദഗ്ധരെ പുറത്തേക്ക് പറയ്ക്ക്. ഇത് നാട്ടുകാരുടെ പണമെടുത്തിട്ട് മോഷ്ടിക്കാനല്ലേ പോയത് പുറത്ത്, അല്ലെ ആഘോഷിക്കാനല്ലേ പോയത്? ഈ ആഘോഷിക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തിയിരുന്നെങ്കിൽ അത് ചർച്ചിച്ചോ. അതിനകത്ത് എന്ത് ചെയ്യാണ്? റബ്കോവിന്റെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്ത് കൊടുത്തു. അതിനകത്ത് മുഴുവൻ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ മേടിച്ചു. ഇതെല്ലാം ആരുടെ പേരിലാണ്? കിഫ്ബിയുടെ പേരും നാട്ടുകാരുടെ ജനത്തിന്റെ പേരിലുമാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരാവുന്ന ഒരു പുതിയ ഒരു ധനാഗമ മാർഗത്തിന്റെ ഭാഗമായി വാസ്തവത്തിൽ ഇയാളെന്ത് ചെയ്യാണ്? ഇയാളുടെ സിൽബന്ധികളും ചേർന്നിരിക്കുന്ന സംവിധാനമാക്കി സർക്കാരിനെ മാറ്റുന്നതോടൊപ്പം തന്നെ പാർട്ടിയെയും ഇയാൾ മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പാർട്ടിക്കകത്ത് നിന്ന് ഇനി മറ്റൊരു തരത്തിലുണ്ടായിരിക്കുന്ന ഒരു വിമത ശബ്ദം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവാതെ ഒരവസ്ഥ വരുന്നുണ്ട് എന്ന ഒരു വലിയ യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുമ്പോൾ പോലും നാം ചെയ്യേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കാൻ കഴിയുന്ന ഒരു സാധ്യത എന്നാൽ ബ്രാഞ്ചിനകത്തുണ്ടായിരിക്കുന്ന ആൾക്കാർ, സമരം ചെയ്യുന്ന ആൾക്കാർ അവരെനി വിളിക്കേണ്ടിയിരിക്കുന്ന മുദ്രാവാക്യം എന്താണെന്നറിയോ? ക്വിറ്റ് CM എന്നാണ്. ഈ CM പുറത്താക്കണം എന്നുള്ളതാണ്. ഒഴിവാക്കണം ഇയാളെ.